പുണ്യ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, റഹ്മത്തിൻ്റെ പത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, വല്ലാത്തൊരു സന്തോഷത്തിലല്ലേ നമ്മളുള്ളത്. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ ദിവസവും അതുപോലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു ആനന്ദമാണ്. ഞാൻ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഇന്നത്തെ ഈ രാവിലെ ഒരൊറ്റ ഇസ്മ്, ഒരേ ഒരു ഇസ്മ് മനസ്സറിഞ്ഞ് നമ്മളൊന്ന് ചൊല്ലിയാൽ, വെറുതെ ചൊല്ലിയാൽ പോരാട്ടോ. ഈ ഇസ്മ നിങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ടാവും പലയിടങ്ങളിൽ നിന്നും, പക്ഷേ നമുക്ക് ചൊല്ലിയിട്ടൊന്നും ഫലം കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം ആ ഇസ്മിൻ്റെ കൂടെ ഒരു സംഗതി കൂടെ ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ പഠിപ്പിക്കുന്ന സംഗതി കൂടെ ആ ഇസ്മിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ ഉറപ്പായും നിങ്ങളുടെ പ്രശ്നങ്ങൾ നീങ്ങും, നിങ്ങളുടെ വേദനകൾ മാറും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങും. എത്ര വലിയ ആഗ്രഹവും അള്ളാഹു നടത്തിത്തരും. പൊന്നുമക്കൾ വഴികേടില്ല എന്ന് പറഞ്ഞവരുണ്ട്, അള്ളാഹു നേരെയാക്കി തരും. എന്തായിക്കോട്ടെ, എന്ത് പ്രശ്നവും ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നീക്കി തരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കണം. 30,000 ചില്ലാൻ രൂപയുടെ സമ്മാനമുണ്ട് അല്ലേ. അള്ളാഹു അത് അർഹരിലേക്ക് എത്തിക്കട്ടെ. അതിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റമദാൻ ഷഹ്റു റമദാൻ വല്ലാത്തൊരാനന്ദവും കൊണ്ട് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധമായ റമദാനിൽ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് വല്ലാത്ത അനുഭൂതി നിറഞ്ഞ വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവിൽ അത്ഭുതം നിറഞ്ഞൊരു ഇസ്മു ചൊല്ലിയാൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യതകളെല്ലാം തീരും, എല്ലാ പ്രശ്നങ്ങളും തീരും. ഏത് പ്രശ്നമാണെങ്കിലും പടച്ചവൻ അവൻ്റെ തീരുമാനങ്ങൾ പോലും മാറ്റിയിട്ട് നിങ്ങളുടെ വ്യതകൾ മാറ്റിത്തരും. അത്ര അത്ഭുതം നിറഞ്ഞ ഒരു ഇസ്മ. ചിലപ്പോൾ ഇസ്മ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, പക്ഷേ ആ ഇസ്മ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ആ ഇസ്മിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. ആ കാര്യം ഏതാണെന്ന് പഠിക്കണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കാം. ആ കാര്യം ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഇസ്മ, അതിൻ്റെ എണ്ണം എത്രയാണ്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഈ റമദാൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കതെല്ലാം റെഡിയാക്കി തരും. മനസ്സറിഞ്ഞ് നമുക്കൊന്ന് ചൊല്ലാം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അപ്പോൾ നമുക്കൊരുമിച്ച് ആ വിഷയം മനസ്സിരുത്തി ഒന്ന് പഠിക്കാം. റമദാൻ കിട്ടിയിട്ട് ഒരാൾക്ക് പാപം പുറത്ത് കിട്ടിയിട്ടില്ല എങ്കിൽ അവൻ നശിച്ചു പോട്ടെ എന്നല്ലേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമാകണത്. അങ്ങനെ നശിച്ചു പോകേണ്ടവരാണോ നമ്മൾ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു അത്ഭുത ഇസ്മ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മക്കളെക്കുറിച്ച് പറഞ്ഞ മാതാപിതാക്കൾക്ക് കയ്യും കണക്കൂല. എന്തോരം പ്രയാസമാണ് മക്കളിൽ നിന്ന് മാതാപിതാക്കളെ നേരിടുന്നത്. സ്വന്തം പിതാവിൻ്റെ കഴുത്തിൽ കത്തിവെച്ച ഒരു മകനെക്കുറിച്ച് വാപ്പ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ സംഭവം എൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്, എന്നെ കൽബിലേക്ക് കുത്തിത്തറയ്ക്കുന്നത് പോലെ വരികയാണ്. നമ്മുടെ മനസ്സിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, വേണ്ടവണ്ണം നടക്കാൻ ഒരൊറ്റ ഇസ്മ കൽബറിഞ്ഞ് നിങ്ങൾക്കൊന്ന് ചൊല്ലാൻ പറ്റുമോ? പക്ഷേ ഒരു സാധനം അതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചൊല്ലുമ്പോഴതിന് ഫലം ഉണ്ടാവുള്ളൂ. എന്താ സാധനം? അത് കൽബ് കൊണ്ട് കേൾക്കണേ. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് മാറ്റിക്കളയരുത്. ഈ സാധനം കിട്ടിയാൽ ജീവിതം മാറും. സ്ട്രെസ്സും ടെൻഷനും ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം മാറും. എന്താണ് ആ ഇസ്മിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? സിമ്പിളാണ്. പ്രണയമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? നല്ലൊരു വെള്ളിയാഴ്ച രാവ് കടന്നു വരുമ്പോൾ ഉസ്താദ് സുബീസ്കാരം കഴിഞ്ഞ് സുബാവുല്ലേറിലിരുന്ന് പ്രേമിച്ചിട്ടുണ്ടോ എന്നാണോ ചോദിക്കണേ? റമദാൻ മാസമാണ് ഉസ്താദേ, പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണത് അത്ര മോശം വേടാണോ? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പ്രേമിച്ചിട്ടില്ലേ? നിങ്ങൾ കാട് കയറി ഹറാമിലോട്ട് പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയെ പ്രേമിച്ചിട്ടില്ലേ? ഉണ്ട്. എന്നാലേ അടിസ്ഥാനപരമായി നമ്മൾ പ്രേമിക്കേണ്ട ഒരുത്തനുണ്ട്, നമ്മൾ സ്നേഹിക്കേണ്ട ഒരുത്തനുണ്ട്. അതാരാണ്? അത് അല്ലാഹു റബ്ബുൽ ആലമീനാണ്. അല്ലാഹു റബ്ബുൽ ആലമീനാണ്. അപ്പോൾ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അള്ളാഹുവിനെ പ്രണയിക്കണം. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം. ആ പ്രണയമുണ്ടെങ്കിൽ ഈ ഇസ്മു വർക്കൗട്ടാകും. എന്ത് ചോദിച്ചാലും അള്ളാഹ് തരും, ഉറപ്പാണ്. ഈ അള്ളാഹിനോട് പ്രണയം എന്ന് പറയുമ്പോൾ ചില ആൾക്കാരുണ്ട് പള്ളിയിലോട്ട് വരില്ല. എന്താടാ പള്ളിയിൽ വരാത്ത? പടച്ചോനെ പേടിയാണ്. അങ്ങനെ കുറേ കാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ വേറെ ചില ആളുകൾ ഈ സ്നേഹം തെറ്റിദ്ധരിച്ചവർ, അവരുടെ മനസ്സിൽ എൻ്റെ പടച്ചോൻ കാരുണ്യവാനാണ്, ഞാൻ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ പടച്ചോൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളും. ഇവർ ഏറ്റവും വലിയ അതാപിൽ ചാടാൻ പോണവരാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, പടച്ചോൻ അങ്ങനെ സ്നേഹിക്കാനൊന്നും പറയണില്ല,
പടച്ചോൻ പറഞ്ഞതനുസരിച്ചാൽ മതി എന്ന് പറയുന്ന ഏറ്റവും വലിയ വിഡ്ഢികളുണ്ട്. ഏതായാലും ഈ 3 എണ്ണവും തെറ്റാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്നൽ ഉമ്മത്ത മുജ്മഅത്തുൻ, മുസ്ലിം ലോകത്തെ മുഴുവൻ ഉമ്മത്തും ഏകോപിച്ച് പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. അന്നൽ ഹുബ്ബ ലില്ലാഹി വ റസൂലിഹി ഫർളുൻ, അള്ളാനെയും അവൻ്റെ റസൂലിനെയും പ്രേമിക്കൽ, പ്രണയിക്കൽ, സ്നേഹിക്കൽ ഫർളുൻ, നിർബന്ധമാണ്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞില്ലേ സ്നേഹിക്കേണ്ട, അനുസരിച്ചാൽ മതി. അങ്ങനെ ഒരു അനുസരണ ഇല്ലാന്നേ. ചില ആൾക്കാർ ഉമ്മാനെയും വാപ്പാനെയും നോക്കുന്നുണ്ട്. അവർ പറഞ്ഞൊരു ഡയലോഗുണ്ട്, എന്നെയൊന്നും തള്ളേം തന്നെയൊന്നും മര്യാദക്ക് നോക്കിയിട്ടില്ല, പിന്നെ ഉമ്മായായി പോയില്ല, അവർ പറഞ്ഞ അനുസരിക്കണം, നോക്കണം, അത്രയേ ഉള്ളൂ. ഇതിൽ സ്നേഹമുണ്ടോ? ഈ അനുസരണം കൊണ്ട് വല്ല വിലയുണ്ടോ? അള്ള പടച്ചില്ലേ, അങ്ങനെ അനുസരിക്കുക. അതല്ലടോ, അള്ളാനെ സ്നേഹിച്ചുകൊണ്ട് അനുസരിക്കുമ്പോഴാണ് അനുസരണം കൃത്യമാകണത്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഫാൻ ഉണ്ടാവും. കാറ്റാണോ ഫാനാണോ ആദ്യം ഉണ്ടായത്? ഫാനാണ്. ഫാൻ ഉണ്ടായതിൻ്റെ പിറകെയാണ് കാറ്റുണ്ടായത്. അല്ലാത്ത കാറ്റത് വ്യാജമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അടിസ്ഥാനപരമായി വേണ്ടത് സ്നേഹമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ അറിയാതെ തന്നെ നമ്മൾ ഇവനിങ്ങനെ അനുധാവനം ചെയ്തു പോകും. നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹ് പറഞ്ഞത് അനുസരിക്കാൻ പഠിക്കണത് എന്തുകൊണ്ടാണ്? സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അള്ളാഹ്ക്ക് വഴിപ്പെടൂലേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് ഹുബ്ബാണ്, പ്രണയമാണ്. അതിൻ്റെ പ്രേരണ കൊണ്ടുണ്ടാകേണ്ടതാണ് ഇബാദത്ത് എന്ന് പറയണത്. ഞാൻ ഇസ്മിലേക്ക് വരാം. വെറുതെ ഇങ്ങനെ ദിക്ർ ഇസ്മി ഇങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ലല്ലോ. സാധനം കിട്ടണ്ടേ? കിട്ടേണ്ട സാധനം കിട്ടണ്ടേ? റമളാനിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ കിട്ടാനാ? അല്ലാമ ഇക്ബാൽ പാടുന്നുണ്ട്, അക്ലോ ദിലോ നിഗാഹ് കാ മുർഷിദ് ഔവലി ഹേ ഇഷ്ഖ്, ഇഷ്ഖ് ന ഹോ തോ ശറഹ് വദീൻ. നിൻ്റെ ബുദ്ധിയും നിൻ്റെ കൽബും പിന്തുടരേണ്ടത് പ്രണയത്തെയാണ്, അള്ളാഹിനോടുള്ള സ്നേഹത്തെയാണ്. ആ സ്നേഹത്തിൻ്റെ പിന്നാലെ നിൻ്റെ ബുദ്ധിയും നിൻ്റെ ഹൃദയമൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മോനെ നിനക്ക് വഴിതെറ്റൂല. ഇല്ലെങ്കിലോ നീ ഏറ്റവും വലിയ അബദ്ധത്തിൻ്റെ കുപ്പത്തൊട്ടിയിലാണ് നിൻ്റെ മതം ഉള്ളത്. അള്ളാഹിനോട് സ്നേഹമില്ലാതെ വെറുതെ നിസ്കരിച്ചാൽ മതി, നോമ്പൊടിച്ചാൽ മതി എന്നുള്ള മൈൻഡാണ് നിനക്കുള്ളതെങ്കിൽ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മതമാണത്. നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല വഴിയല്ലേ? ജാ അറാബിയുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. നമ്മളേറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ചിന്തിച്ചിട്ടില്ല. ഒരു അറാബിയായ സ്വഹാബി റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാം, നബിയെ മത്തസാ, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ? അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്നത് എന്താണ്? മാ അദച്ചലഹ, മോനെ ഖിയാമത്ത് എപ്പോഴാന്നൊക്കെ നീ ചോദിക്കുന്നുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് എന്താടാ ഒരുക്കി വെച്ചത്? എന്താ നിങ്ങൾ ഒരുക്കി വെച്ചത്? ആ സ്വഹാബി പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഫർളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, സുന്നത്തൊന്നും ഒരുപാട് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല, സുന്നത്തായ കർമ്മങ്ങളൊന്നും ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇല്ല അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, അള്ളാനെയും അവൻ്റെ റസൂലിനെയും ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? പോയി സുന്നത്ത് നിസ്കരിക്കടാ എന്നൊന്നുമല്ല, സുന്നത്ത് വേണ്ടാന്നല്ലട്ടോ ഈ പറയണത്. നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു പോരായ്മകൾ, വലിയ പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ അള്ളാഹ്ക്ക് വഴിപ്പെടുക തന്നെ വേണം. പക്ഷേ അവിടെയും പ്രണയമുണ്ടെങ്കിൽ, അള്ളാഹിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ പോരായ്മകളൊക്കെ അങ്ങ് ഇല്ലാതാവും. അപ്പോൾ അള്ളാഹിനെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി കൊടുത്ത മറുപടി എന്താണ്? അൽ മർഉ മഅമൻ അഹബ്ബ, നീ ആരെയാണോ സ്നേഹിക്കണത് അവരുടെ കൂടെ. അള്ളാഹ് നിൻ്റെ കൂടെ ഉണ്ടാവും. അള്ളാഹിൻ്റെ സാമീപ്യം നിനക്ക് കിട്ടും നീ അള്ളാഹിനെ സ്നേഹിച്ചാൽ. മുത്തറസൂലുള്ളാഹിൻ്റെ സാമീപ്യം നിനക്ക് കിട്ടും റസൂലുള്ളാഹിനെ സ്നേഹിച്ചാൽ. ഇതെന്തൊരു മറുപടിയാണ്? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളിത് കേട്ടപ്പോൾ വലിയൊരു നാളും അല്ലായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങളൊക്കെ അമല് കുറഞ്ഞവരാ. ആര് പറയണം? സ്വഹാബത്ത് പറയണേ, അമല് കുറഞ്ഞവരാ. പക്ഷെ ഞങ്ങൾ അള്ളാഹിനെ റസൂലിനെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ലവ്, ആ പ്രണയം ഞങ്ങളിങ്ങനെ വല്ലാതെ വല്ലാതെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷയാണല്ലോ, അള്ളാഹു ഞങ്ങളെ കൈവിടൂല്ല എന്നുള്ളൊരു പ്രതീക്ഷ. ഇത് കൃത്യമായിട്ട് ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 54-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്. ശരിക്കും ഒന്ന് ശ്രദ്ധിക്കട്ടോ. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم. എന്താ അല്ലാഹ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, ക്രിസ്ത്യാനിയോടോ ഹിന്ദുവിനോടൊന്നുമല്ല, ഈമാനുള്ള നോമ്പ് പിടിക്കണം നിസ്കരിക്കണം മനുഷ്യന്മാരെ. മയ്യർത്തദ്ദ മിൻകും അൻ ദീനി, അള്ളാൻ്റെ ദീനിൽ നിനക്കൊന്നും തൃപ്തി ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോടാ. എന്തീ പറഞ്ഞത്? അതായത്
പടച്ചോൻ പലയിടത്തും പറയുന്നുണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരൂ, ഈമാനിലേക്ക് വരൂ. അപ്പോൾ നമുക്ക് തോന്നും നമ്മളൊക്കെ ഉണ്ടതുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ സെറ്റപ്പായി നടക്കുന്നത്, നമ്മുടെ ഏതാണ്ട് ആവശ്യം പടച്ചോനുണ്ട് എന്നാണ്. അല്ലല്ലല്ല, നമ്മുടെ ആവശ്യമൊന്നും പടച്ചോനില്ല. മയ്യർത്തദ്ദമിൻകും അൻദീനി, ഈ ദീനിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, തലമറക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണോ? ഇസ്ലാമിനെ കുറ്റം പറയണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലമറച്ച് നടക്കണം, പർദ്ദിടണം, ഇങ്ങനെ നിക്കാബിടണം, ദീനി ചിട്ടയിൽ നടക്കണം, അഴിഞ്ഞാട്ടൊന്നും പറ്റൂല, അന്യാണിനെ കെട്ടിപ്പിടിച്ച് നടക്കാൻ പറ്റൂല. മോളെ നീ പൊയ്ക്കോ, നിന്നെ ഇവിടെ പിടിച്ചു നിർത്തണില്ല, നീ പോ, കടന്ന് പൊയ്ക്കോ. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹ്ക്ക് എന്ത് മതി? അള്ളാഹ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പടച്ചോൻ ഇവിടെ വേണ്ടത് ആരെയെന്നറിയോ? നിങ്ങളെയൊന്നും വേണ്ട. അള്ളാഹ്ക്ക് ഇവിടെ നിങ്ങളെയൊന്നും വേണ്ട. ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമി യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളൊരു വിഭാഗത്തെ കൊണ്ടുവരും, അവരല്ലാനെയും സ്നേഹിക്കും, അള്ളാഹ് അവരെയും സ്നേഹിക്കും. അപ്പം അള്ളാനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെ മതി. അത് മതി പടച്ചോന്, ബാക്കി ആരെയും വേണ്ടെന്നീ പറയണത്. അവരെ മതി. അവരുടെ ഇബാദത്തിനാണ് ജീവനുള്ളത്, അവരുടെ ആരാധനകൾക്ക് ജീവനുണ്ട്. അവരിങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ അവർക്ക് അള്ളാനെ കാണാൻ പറ്റും. കൽബിൻ്റെ കണ്ണുകൊണ്ട് അവർ അള്ളാനെ കാണും. അവർ നോമ്പ് പിടിക്കുമ്പോൾ അവർ അള്ളാനെ കണ്ടു നോമ്പെടുക്കും, അല്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ ദീനെന്ന് പറയണത്. അല്ലെങ്കിൽ മരിച്ച നോമ്പും മരിച്ച നിസ്കാരമൊക്കെ, നമ്മുടെയൊക്കെ നോമ്പും നിസ്കാരമൊക്കെ മരിച്ചതാണ്. ആ മരിച്ചുപോയ ഇബാദത്തിനെ അള്ളാഹിനോടുള്ള പ്രണയം കൊണ്ടങ്ങ് ജീവിപ്പിക്കാൻ പറ്റണം. ഇത് അടിപൊളി ലൈഫായിരിക്കും അത്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ അള്ളാഹ് ഒരു ടീമിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അവരുടെ സ്വഭാവം എന്താണ്? അള്ളാഹിനെ മഹബത്ത് വെച്ച ടീമിനെ കൊണ്ടുവരും. അതില്ലച്ചിൻ അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് വല്ലാത്ത കാരുണ്യാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം കൈ കഴിഞ്ഞങ്ങ് കൊടുക്കുമെന്നല്ല, എപ്പോഴും ഗാന്ധിയെ നിൽക്കുന്നൊന്നുമല്ല. അഇസ്സത്തിന്നൽ കാഫിരീൻ, നിഷേധികളോട് ഗൗരവത്തിലങ്ങോട്ട് പെരുമാറും. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാൻ്റെ മാർഗത്തിൽ നന്നായി ജിഹാദ് ചെയ്യും. സ്വന്തം ശരീരത്തെ കഷ്ടപ്പെട്ട് മെരുക്കിയെടുക്കും. വലാ യഖാഫൂന ലൗമത ലായിം, അവരല്ലാൻ്റെ മാർഗത്തിലേക്ക് കടന്നപ്പോൾ അവരെ കളിയാക്കാൻ ഒരുപാട് ആളുകളുണ്ടാവുന്നേ, കുത്തുവാക്ക് പറയും. അവരല്ലാഹുവിനെ പ്രണയിച്ചിങ്ങനെ നടക്കുമ്പോൾ നിനക്ക് പ്രാന്താനടാ, കളിയാക്കാൻ ആളുണ്ടാവും, പക്ഷെ അവർ മൈൻഡ് ചെയ്യൂല. അവർ പറയും ഞങ്ങൾക്കല്ല മതി, അല്ലയെ മാത്രം കൊള്ളടോ. എപ്പോഴും പാടുന്നതുകൊണ്ട് ഞാൻ ബോറടിപ്പിക്കണില്ല. അള്ളാനെ കൊള്ളാൻ പറ്റിയവരാണവർ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ദാലിക ഫളുല്ലാഹ്, അത് അള്ളാൻ്റെ ഔദാര്യമാണ്. പടച്ചോനെ, മരിക്കണതിന് മുമ്പ് ആ ഔദാര്യം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഇസ്മ ഞാൻ പറഞ്ഞിട്ടില്ല, ലാസ്റ്റ് ഞാൻ പറയും. ഈ സാധനം ക്ലിയറായിട്ട് ഇസ്മ ചൊല്ലിയിട്ട് കാര്യമുള്ളൂ. നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞേ? ഭാര്യ, മക്കൾ, വാപ്പ, ഉമ്മ, അങ്ങനെ പലരും ഉണ്ട്. എന്നാൽ ഇവരെക്കാൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ നല്ല അടി ഞാൻ തരും. ഇതാരാ പറയണേ? പടച്ചോൻ പറയാണ്, അള്ളാഹ് പറയാണ്, ഭീഷണിപ്പെടുത്താണ്. അതായത് നിങ്ങൾക്കെല്ലാം തന്ന അള്ളാഹ്, ആ അള്ളാഹിനെ വിട്ടുകൊണ്ട് നിങ്ങൾ വേറെ ആളുടെ പുറകെ പോവാണോ? ബാക്കിയുള്ളവരെയും സ്നേഹിക്കണ്ടെന്നല്ല, അതിനേക്കാളൊക്കെ കയറി എന്നെ സ്നേഹിച്ചോളണം. അള്ളാഹു ഖുർആനിൽ പറയട്ടെ, സൂറത്ത് തൗബയുടെ 24-ാമത്തെ ആയത്ത്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ. അള്ളാഹ് കൃത്യമായിട്ട് പറയാണ്, നിങ്ങളുടെ വാപ്പ, ഉമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭാര്യ, ഭർത്താവ്, കുടുംബക്കാർ, നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വത്ത്. ചിലർ പറയും ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. വമസാകിനു തർളൗനഹ, ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ ഉണ്ടാക്കിയ വീട്, അല്ലേ? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, നിങ്ങൾക്ക് അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും വലുതാണെങ്കിൽ. അങ്ങനെ ആരും പറയില്ല. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അള്ളയാണോ നിങ്ങളുടെ കെട്ടിയവനാണോ വലുത്? അള്ളയാണ് ഉസ്താദേ. അള്ളയാണോ സമ്പത്താണോ വലുത്? പടച്ചോനാണ് ഉസ്താദേ. ഇതേ കാക്കാന്മാർ പറയുള്ളൂ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളയില്ല, സമ്പത്തേ ഉള്ളൂ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കുമ്പോൾ അള്ളാഹ് മാത്രം കൽബിൽ വരാത്തത് എന്തുകൊണ്ടാണ്? കൽബിൽ ആരില്ല? അള്ളാഹ് ഇല്ലാത്തത് കൊണ്ടാണ്. വെറുതെ പറയാൻ എളുപ്പമാണ്. അങ്ങനെ നിങ്ങൾ ബാക്കിയുള്ളതിനൊക്കെ സ്നേഹിക്കുകയാണെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅ്തിയല്ലാഹു ബിഅംരിഹി, അള്ളാൻ്റെ പ്രഹരം കാത്തിരുന്നു. നല്ല പെട ഞാൻ തരും, നല്ല അടി കിട്ടും, ദുനിയാവിലും കിട്ടും, മരിച്ചാൽ ഉടനെ കിട്ടും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ പറയാൻ. അപ്പം പ്രണയിക്കണം, അള്ളാനങ്ങ് സ്നേഹിക്കണം. ഒരു കൊതിയാണ് റബ്ബിനെ കാണാനുള്ള കൊതി. എപ്പോഴും എപ്പോഴും കൽബിലിങ്ങനെ റബ്ബ് 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 റബ്ബ്. ശ്വാസത്തിൽ പോലും അല്ലാഹ് എന്ന ദിക്ർ. എൻ്റെ ശ്വാസം, എൻ്റെ ജീവൻ, എൻ്റെ അനക്കം, എൻ്റെ ഒടുക്കം, എല്ലാം 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 എൻ്റെ ഇലാഹിൽ, എൻ്റെ നാഥനിലൂടെ. ഇതൊരു രസമാണെന്നറിയോ പ്രണയം?
അത് ആസ്വദിച്ചവർക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദ് ജഅല റസൂലുള്ളാഹി അൽ ഹുബ്ബു ലില്ലാഹി മിൻ ശർത്തിൽ ഈമാൻ. മുത്തുനബി തങ്ങൾ ഈമാനിനൊരു ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന് ഷർത്തുണ്ട് അല്ലേ, വുളൂവിന് ഷർത്തുണ്ട്, ഇതൊക്കെ ഷർത്തും ഫർളുമൊക്കെ ഉണ്ട്. എന്നാൽ ഈമാനിന് ഷർത്തുണ്ടെന്ന്. അതെന്താ ഷർത്ത്? അൽ ഹുബ്ബു ലില്ലാഹ്, അള്ളാഹിനെ സ്നേഹിക്കലാണ്. ഈമാൻ ശരിയാകണോ, അള്ളാഹിനെ സ്നേഹിച്ചോളണം. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരിക്കൽ അബൂ റസീൻ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, മൽ ഈമാൻ യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ ഈമാൻ? ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, അയ്യക്കൂൻ അല്ലാഹ വ റസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. മോനെ, അള്ളാഹും റസൂലും എല്ലാത്തിനേക്കാളും നിനക്ക് പ്രിയപ്പെട്ടതാകലാണ്. നീ അത്രത്തോളം അള്ളാഹിനെ റസൂലിനെ സ്നേഹിക്കലാണ് ഈമാനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പോൾ അള്ളാഹുവും റസൂലും അത് ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്നതാണ്. അത് നമുക്ക് വേർപിരിക്കാൻ പറ്റില്ല. അള്ളാഹിനോടുള്ള മഹബത്തും റസൂലുള്ളാഹിനോടുള്ള മഹബത്തും വേർതിരിക്കാൻ പറ്റില്ല, വേർപിരിക്കാൻ പറ്റില്ല. അള്ളാഹിനെ കിട്ടണോ റസൂൽ വേണം, റസൂലിനെ കിട്ടണോ അള്ളാഹ് വേണം. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, നിന്നെ പടച്ചു പരിപാലിക്കുന്ന 24 മണിക്കൂർ നിന്നെ പോറ്റുന്ന അള്ളാഹിനെ നീ ഒന്ന് സ്നേഹിക്ക്. വഅഹിബ്ബുനി, എന്നെയും നീ സ്നേഹിക്കണം. ലിഹബ്ബില്ലാഹി ഇയ്യായ, എന്നെ പടച്ചോൻ സ്നേഹിക്കണുണ്ട്, അതുകൊണ്ട് നീ എന്നെ സ്നേഹിച്ചേ പറ്റുള്ളൂ. സയ്യിദുനാ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് പിടികിട്ടിയോ പടച്ചോൻ്റെ സ്നേഹം? അതായത് നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, ഭാര്യ, ഭർത്താവ്, മക്കൾ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇല്ലേ? അല്ലെങ്കിൽ നമ്മുടേക്ക് ഈ ശ്വാസം എന്നെ നിലച്ചു പോയാൽ എന്തോരം തെറ്റ് നമ്മൾ റബ്ബിനോട് ചെയ്യുന്നുണ്ട്, എന്തോരം തെറ്റ് ചെയ്യുന്നുണ്ട്. ഈ റമദാൻ മാസം എത്തിയിട്ട് നമ്മൾ നന്നായോ? അള്ളാഹിനെ ഓർക്കുന്നുണ്ടോ? അള്ളാഹിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ? ശരിക്കും ഈ അള്ളാഹിനോടുള്ള പ്രണയത്തിൻ്റെ ലോകം അറിയുമ്പോൾ നമ്മളിങ്ങനെ ലയിച്ചു റബ്ബിലേക്ക്. പിന്നെ നമ്മുടെ ടെൻഷനൊക്കെ അങ്ങ് മാറും. ടെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഭയങ്കര ടെൻഷൻ, എല്ലാവരും എന്നെ കൈവിട്ടു, അള്ളാഹ്ക്ക് പോലും എന്നെ വേണ്ട. മോളെ, നീ തിരിച്ചറിഞ്ഞെടുത്ത് തെറ്റിപ്പോയിട്ടുണ്ട്. അള്ളാഹ്ക്ക് നിന്നെ വേണ്ടാത്തത് കൊണ്ടല്ല, അള്ളാഹ്ക്ക് നിന്നെ വേണ്ടതുകൊണ്ടാണ് നിന്നെ തനിച്ചാക്കുന്നത്. പിടിയിട്ടില്ല. നിന്നെ പ്രണയിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന അള്ളാഹ്, നീ പ്രണയിക്കുന്ന അള്ളാഹ് നിന്നെ കുറച്ചു നേരം തനിച്ച് കിട്ടാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം നീ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ കുറച്ചു നേരം തനിച്ച് കിട്ടാൻ ഇഷ്ടപ്പെടൂലേ? ബാക്കിയുള്ള ആരും വേണ്ട, വാപ്പായും വേണ്ട, ഉമ്മായും വേണ്ട, എനിക്ക് എനിക്കാകെ മാത്രം മതി എന്ന് പറയുന്ന കുറേ ആൾക്കാരില്ലേ? ഇനി പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലില്ലേ? അത് പ്രണയാണ്. അള്ള നിന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ടെൻഷൻ തരുന്നത്, പ്രശ്നം തരുന്നത്, കെട്ടിയോന് പോലും വേണ്ടാന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഭാര്യ പോലും ഇല്ലയെന്ന് തോന്നുന്നത്, മോനെ നിനക്ക് അള്ളാഹു നിന്നിൽ നിന്ന് തനിച്ചിരുന്നിട്ട് കുറച്ച് വർത്താനം പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നീ തനിച്ചിരുന്നിട്ട് അല്ലാഹ് എന്ന് കൽബ് പൊട്ടിയിട്ടൊന്ന് വിളിക്ക്, സ്നേഹിച്ചുകൊണ്ട് വിളിക്ക്. നിൻ്റെ ടെൻഷനൊക്കെ അവൻ മാറ്റിത്തരും. നീ തനിച്ചിരുന്ന് അള്ളാഹിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഈ ഒറ്റപ്പെടലിൻ്റെ കോലത്തിലേക്ക് എത്തിക്കണത്. അല്ലാതെ അള്ളാഹ് പോലും എന്നെ കൈവിട്ടു എന്ന് പറയാനല്ല. നീ ഒറ്റപ്പെടുന്നൊരു ഘട്ടം വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോ, എൻ്റെ റബ്ബ് ഞാൻ തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഉടനെ റെഡിയായിക്കോ റബ്ബിൻ്റെ മുമ്പിലേക്ക്. ഇപ്പം വേണ്ടാന്നേ, നമുക്കിപ്പോൾ മനുഷ്യന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞൊരു ഒരു വീട് വെച്ചു, കുറച്ച് കഴിയുമ്പോൾ ആ വീട് മടുക്കും, ഇച്ചിരി കൂടെ വലുത് വേണമെന്ന് തോന്നും. ഒരു വണ്ടി ഇത്തിരി കൂടെ നല്ലത് വേണമെന്ന് തോന്നും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനി വേണ്ട, ഒരു ഭാര്യനെ കെട്ടി അല്ലെങ്കിൽ ഭർത്താവിനെ കെട്ടി. സാധാരണ മനുഷ്യനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കൊക്കെ ഇതിലും നല്ലത് കിട്ടുമായിരുന്നു. എന്നാലേ നിസ്കാരത്തിൽ നമ്മളെന്താ പറയണേ? അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. മോനെ, ഇതിനേക്കാൾ നല്ലത് നിനക്കൊന്ന് കിട്ടാനുണ്ടോ? അള്ളാഹിനേക്കാൾ നല്ലത് വേറെ ഉണ്ടോ? ഇല്ല. എല്ലായിടത്തും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, എനിക്ക് ആരെയുള്ളൂ? അള്ളയുള്ളൂ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരാശയം ഇങ്ങനെയാണ്, എനിക്ക് അള്ളാഹ് ഇല്ലാതെ ആരുമില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, ഒന്നുമില്ല, ഉമ്മയില്ല, വാപ്പയില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്നെ വിട്ടുകൊണ്ട് പോണതാണ്. ഇവർക്കൊക്കെ ചില കാര്യലാഭങ്ങളുണ്ട് എന്നിലൂടെ. എൻ്റെ റബ്ബാണ് എനിക്കുള്ളത് അല്ലേ? ബാക്കിയുള്ളവരൊന്നും വേണ്ടെന്നല്ല, ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇവരെക്കാളെല്ലാം ഉപരി എനിക്ക് ആര് മാത്രമേ ഉള്ളൂ? ഞാൻ ജീവിക്കണത് കച്ചവടം ഉള്ളതുകൊണ്ടല്ല, അള്ളാഹ് ഉള്ളതുകൊണ്ടാ. ഞാൻ ജീവിക്കണത് അവളുള്ളതുകൊണ്ടല്ല, അള്ളാഹ് ഉള്ളതുകൊണ്ടാ. എൻ്റെ റബ്ബ്, എൻ്റെ റബ്ബ്, റബ്ബി റബ്ബി റബ്ബി. ഈ പ്രണയം മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. പരിശുദ്ധ റമദാനിലെ അത് നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പോൾ ഏതാണ് ആ ഇസ്മ? സിമ്പിൾ, നമുക്കറിയുന്ന ഇസ്മാണ് യാ അർഹമർ റാഹിമീൻ. കരുണ ചെയ്യുന്നവരിൽ അങ്ങേയറ്റം കാരുണ്യവാനായ അല്ലാഹുവേ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. വെള്ളിയാഴ്ച രാവും പകലും ഏത് ദിവസവും ആയിക്കോട്ടെ, മനസ്സറിഞ്ഞ് പ്രണയം നിറഞ്ഞു നിൽക്കേ അള്ളാഹിനെ വിളിച്ചിട്ട് മക്കളുടെ കാര്യവും ലോകത്തിൻ്റെ കാര്യവും എല്ലാം പറഞ്ഞു. അതിനു മുൻപ് നീ പറയേണ്ടത് അള്ളാഹിനെ വേണമെന്നാണ്.
ഉദുഊനി, നമ്മളന്ന് പറഞ്ഞില്ലേ, ഞാനൊന്നൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ ഭർത്താക്കന്മാരൊരു യാത്ര പോകാൻ പോവാണ്. എടി ഞാനൊന്ന് ശ്രീലങ്കയിൽ പോണ്, ഇത്തവണ പോവാണ്, എന്താ നിനക്ക് കൊണ്ടുവരേണ്ടത്? അതേ അവിടെ അല്ല ഗോൾഡ് കിട്ടൂ കാക്ക, അത് കിട്ടും ഇത് കിട്ടും, ഇതൊക്കെ പറയാൻ ഭാര്യമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭർത്താക്കന്മാർക്ക് മേടിച്ചു കൊടുക്കാനും ഇഷ്ടമാണ്. പക്ഷെ അവർ കേൾക്കാൻ കൊതിക്കുന്നൊരു വാക്കുണ്ട്. അതെന്താ? ഒന്നും വേണ്ട കാക്ക, എൻ്റെ ഇക്കാക്കൊന്ന് വേഗം വന്നാൽ മതി അല്ലേ? നമ്മുടെ കുഞ്ഞുമക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? കുഞ്ഞുമക്കളോട് നമ്മൾ ചോദിക്കുക, എവിടെയെങ്കിലേക്ക് യാത്ര പോകുമ്പോൾ, വാപ്പിയുടെ കുഞ്ഞിനെന്താ വേണ്ടത്? അത് വാപ്പി എനിക്ക് മിഠായി വേണം, എനിക്ക് കളിപ്പാട്ടം വേണം, എല്ലാം വേണം. നമ്മളിപ്പോൾ ഉള്ള പറഞ്ഞില്ലെങ്കിലും വാങ്ങിക്കൊടുക്കും. പക്ഷെ കേൾക്കാൻ ആഗ്രഹിക്കണം എന്താ? എൻ്റെ വാപ്പി വേഗം വന്നാൽ മതി, വാപ്പി പോകണ്ട വാപ്പി അല്ലേ? അള്ളാഹ് ചോദിക്കുകയാണ്, ഉദുഊനി അസ്തജീബ് ലക, എന്നോട് ചോദിക്കാൻ തരാം. അതിൻ്റെ ആശയം, എന്നെ ചോദിക്ക്, ഞാൻ തരാം. പ്രണയം നിറഞ്ഞു നിൽക്കുന്നൊരു വേളയിൽ അല്ലാ യാ അർഹമർ റഹീമീൻ, എനിക്ക് നിന്നെ വേണമല്ല, ഈ കൽബിൽ നിന്നെ കിട്ടണമല്ല, നിന്നെയൊന്ന് പ്രണയിക്കണമല്ല, നിന്നെയൊന്ന് അനുഭവിക്കണമല്ല, യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, അത് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ സംഗതി ഇതുപോലെ തന്നെ ആ ഇസ്മ പ്രണയം നിറഞ്ഞ മനസ്സോടുകൂടെ ധാരാളം ചൊല്ലണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് രാത്രി എത്ര മണിക്ക് വേണം നമ്മുടെ മജ്ലിസ്? 9 മണിക്ക് വേണോ, അല്ലെങ്കിൽ 9:30 വേണോ, അല്ലെങ്കിൽ വൈകിട്ടൊരു 5:30 മണിക്ക് വെച്ചാൽ നിങ്ങൾക്കത് ലൈവിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കെടുത്തിട്ട് ബാക്കി ഫ്രീ ടൈം പോലെ രാത്രി എല്ലാവർക്കും കാണാം. എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് രാവിലെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ സദസ്സ് അയച്ചു കൊടുക്കണം, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ആളെ ധാരാളം നമ്മുടെ സ്വഭാവ ഖൈറിൻ്റെ അഹലുകാരാക്കി മാറ്റണം. അള്ളാഹു അതിനെ തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ 30,333 രൂപ അല്ലേ? അങ്ങനെയല്ല, 33,333 രൂപ. അൽഹംദുലില്ലാ, അങ്ങനെയാണ് നമ്മളെ പദ്ധതിയുടെ പ്ലാൻ. ആ സംഖ്യ സമ്മാനമായി കിട്ടുന്നതിനുള്ള ചോദ്യം വേണ്ടേ? ഇന്നലെ നമ്മൾ ചോദിച്ചു, നോമ്പ് പിടിക്കുന്നവർക്ക് 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ, മറ്റേതെപ്പോഴാണ്? അത് റബ്ബുൽ ആലമീനായ അള്ളാനെ കാണുമ്പോഴാണ്. അള്ളാനെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം. ജീവിതത്തിൽ അതുപോലൊരു അനുഭൂതി നമ്മൾ അനുഭവിച്ചിട്ടില്ല, ഇനിയോട്ട് അനുഭവിക്കുകയില്ല. അത്രമേൽ മനോഹരമായ അനുഭൂതി. അത് നോമ്പുകാർക്കുള്ള സ്പെഷ്യൽ സമ്മാനമാണ്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യം, സയ്യിദത്തുന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് ഏത് മാസം ഏത് ദിവസമാണ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ വൈകുന്നേരത്തെ മജ്ലിസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖത്തുമുൽ ഖുർആൻ മജ്ലിസ് 27-ാം രാവിലെ നടക്കുകയാണ്. കഴിയുന്നവരൊക്കെ ഖത്തുമുകൾ ഏറ്റെടുക്കുക. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ 1000-ഓളം ഖത്തുമുകളായിട്ടുണ്ട്. ധാരാളം ഖത്തും, 1, 2, 3, 4, 5 ഒക്കെ ഖത്തും ഏറ്റെടുത്തവരുണ്ട്. അള്ളാഹു അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. പിന്നെ ചിലർ ചോദിച്ചു, ഉസ്താദേ, നമ്മുടെ സ്വർണ്ണ നാണയമൊക്കെ സമ്മാനം കൊടുത്തതുപോലെ ഈ ഖുർആൻ ഖത്തം കൂടുതൽ ഓതുന്നവർക്ക് നമുക്ക് 30,000 രൂപ കൊടുത്തൂടെ? ചോദ്യോത്തരത്തിൽ കൊടുക്കണമെന്നുള്ളൊരു കാര്യം ചോദിച്ചിരുന്നു. അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വലാത്താണ് അന്ന് റമദാനിൽ ഗോൾഡ് കോയിന് പകരമായിട്ട് കൊടുത്തത്. അല്ല, ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കൊടുത്തത് സ്വലാത്തിലാണ്. സ്വലാത്തിൽ ഇച്ചിരി ഇപ്പോൾ ഈമാൻ കുറഞ്ഞു ആയാലും സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. പക്ഷേ ഖുർആനോത്ത് അങ്ങനെയല്ല. ഖുർആൻ ഓതേണ്ടത് കേവലം നമ്മൾ അത് അള്ളാൻ്റെ ഒരു കലാമ് പ്രണയത്തോടു കൂടെ ഓതേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഈ 30,000 കയറി വന്നാൽ നമ്മൾ ഓതിയത് വെറുതെ ആയിപ്പോവും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓതിയാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ട്. 27-ാം നമുക്കത് ഹദിയ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ആരോടും പറയാതെ ഞാൻ രഹസ്യമായിട്ടൊരു സമ്മാനമൊക്കെ തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമുക്കപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇൽമു പഠിക്കലുണ്ട്, സമ്മാനം വാങ്ങലുണ്ട്. ആ നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ചെയ്യാം. അതിൻ്റെ സമ്മാനം ഇൻഷാ അല്ലാഹ് നമുക്ക് 27-ാം പ്രഖ്യാപിക്കുകയും വേണം. അള്ളാഹു അതിനൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ,
പടച്ചവനെ നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല അല്ലാ. ഞങ്ങൾക്ക് ഈ റമളാൻ തന്ന റബ്ബേ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പരിശുദ്ധ റമളാനിൽ ആദ്യപത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ, ആ ദിക്റുകളെല്ലാം ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ചൊല്ലാൻ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. മനോവ്യതകൾ നീക്കണേ അല്ലാ. അസുഖബാധിതരുണ്ട്, പരിപൂർണ ശിഫ നൽകണേ അല്ലാ. പഠിക്കുന്ന മക്കളുണ്ട്, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ തമ്പുരാനെ. യാ റബ്ബന യാ റബ്ബന, പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. യാ സയ്യിദി യാ റബ്ബന, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, തൊഴിലുകളിൽ, മറ്റു മേഖലകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. റമളാൻ അനുകൂലമാകുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിടം നീ വെളിച്ചമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സു കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.